ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുർത്തികളിലും നൈറ്റിയിലും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലേസ് വെച്ചുള്ള നെക്ക് ഡിസൈൻ സിമ്പിളായിട്ട്. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞാലും ചെയ്യാം, തയ്ക്കണതിന് മുന്നേയും ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി തയ്ച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ആയിട്ടൊരു രസമില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇത് വെച്ച് ചെയ്യാമെന്ന് ഓർത്തു. ഇങ്ങനത്തെ ഫ്ലവർ ലേസ് കിട്ടും, വളരെ വില കുറവാണ്. പക്ഷേ ഇത് ഉടുപ്പ്, നൈറ്റി, കുർത്തി എല്ലാത്തിനും പൊളിയാട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഷോൾഡർ ജോയിൻ ചെയ്ത ഇതിലാണെങ്കിലും കുർത്തി ആണെങ്കിൽ നൈറ്റിയാണ് നമുക്ക് ചെയ്യാം. കണ്ടോ, ഇതിങ്ങനെ വെച്ചങ്ങോട്ട് പോയാൽ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ യോജിപ്പിക്കണം നിർബന്ധമില്ല കേട്ടോ. ഇതങ്ങനെ ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാനിത് ഈ ഒരു ലെയർ പോലെ ഇങ്ങനെ കൊടുക്കും, അതിനുശേഷം താഴെയും കൂടി കൊടുക്കും. അപ്പോൾ ചിലവർക്കൊക്കെ എല്ലാവർക്കും എല്ലാം അറിയണം നിർബന്ധമൊന്നുമില്ല. തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. മനസ്സിലായോ? തയ്ച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഭംഗിയില്ലാതെ തോന്നിക്കഴിഞ്ഞാൽ നൈറ്റി ആണെങ്കിലും കുർത്തി ആണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതെ, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം ഞാൻ തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇതിലൊന്നും ഇല്ലാതായപ്പോൾ നെക്ക് ബോറായി തോന്നി. അപ്പം ഞാനെടുത്തു എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ അത് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലേ? വെറും ഒരു പ്ലെയിൻ ആയിട്ടൊരു രസമില്ല. അപ്പം ഏകദേശം അതിലൊരു പ്രിൻറ്റിനോട് സാമ്യമുള്ളൊരു ലേസ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനിത് ഇത് വെച്ചിട്ട് ഫ്ലവർ ലേസാണ്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഉടുപ്പുകൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കോട്ടൺ ഉടുപ്പുകൾക്ക് ബെസ്റ്റാണ്. അതുപോലെ തന്നെ സാരിയുടെ തുമ്പുവശത്ത് ബെസ്റ്റാണ്. കോട്ടൺ സാരികളുടെ തുമ്പുവശത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കുർത്തിയിലും നൈറ്റിയിലൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയ ഒരു ലേസ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതാണ്, നോക്കിക്കോളൂ. അടുത്തത് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു സ്ക്വയർ പോലെയാണ് അടിയിൽ കൊടുക്കുന്നത്. ഒരു 1.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ അടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ നൂലെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ആക്കണം. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നൈറ്റിക്ക് പെട്ടെന്നൊരു നെക്ക് ഡിസൈൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാം. തയ്ക്കണതിന് മുന്നേ ഓൾറെഡി നെക്ക് നമ്മൾ അടിച്ച് മറിച്ചിട്ടിട്ട്, അല്ലെങ്കിൽ നെക്ക് നമ്മൾ സാധാരണ ഒരു നെക്ക് ചെയ്ത ശേഷം ചുമ്മാ ഇത് വെച്ച് കൊടുത്താലും മതി. അല്ല, നമുക്ക് എത്ര ഹെവി ആയിട്ട് പണി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഹോൾസെയിലായിട്ട് നമ്മൾ നൈറ്റി ഈ ലേസ് മേടിക്കുകയാണെങ്കിൽ വില കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വന്ന ശേഷം ഇവിടെ എത്തുമ്പോൾ നമ്മൾ ടേൺ ചെയ്യുക കേട്ടോ. നീഡിൽ ഇറക്കിയ ശേഷം ടേൺ ചെയ്താൽ മതി. നമ്മുടെ തുണി ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തുണിയും ലേസും ടേൺ ചെയ്യാം. ഓക്കെ, നമ്മൾ എവിടെ കോർണർ വരുന്നോ ആ ഭാഗം എത്തുന്ന സമയത്ത് നീഡിൽ ആദ്യം ഇറക്കി വെക്കുക, പ്രഷർ ഫുട്ട് പൊക്കുക, തുണിയും ടേൺ ചെയ്യുക, ലേസും ടേൺ ചെയ്യുക. കണ്ടോ, എന്നിട്ട് പ്രഷർ ഫുട്ട് താഴ്ത്തിയിട്ട് അടിച്ചു വരും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. 2-3 മിനിറ്റിൽ നമുക്ക് ഒരു അടിപൊളി നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ എന്തായാലും ഒരു ഫൈനൽ ലുക്ക് നോക്കിയിട്ട് പോകണം കേട്ടോ. എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. സിമ്പിളാണ്, വെരി സിമ്പിൾ. അതായത് നമുക്ക് ഒരുപാട് ബിസിനസ് നൈറ്റ് ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കാനായിട്ടുള്ള ഒരുപാട് ഇതിൽ പണിയും വേണ്ട, എന്നാൽ കാണാൻ ഭംഗിയുണ്ട്, അല്ലേ? അപ്പോൾ അതേ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇഷ്ടമൊക്കെ ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത്. കാരണം തയ്ച്ച നൈറ്റിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഇതേ കണ്ടോ, നല്ല ഭംഗിയില്ലേ? സിമ്പിളായിട്ട് ഉണ്ട്. ഇതിൻ്റെ നെക്ക് ബാക്കിലെ നെക്ക് കുറച്ച് പൊങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ആക്ച്വലി അത് തുമ്പുവശത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടോ, ഇത് ബാക്ക് നെക്കാണ് അങ്ങനെ നിൽക്കുന്നത്. നമ്മളെ നെക്കിൻ്റെ എഡ്ജിലാണ് നമ്മളിത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സ്ലീവ് നൈറ്റി ഒക്കെ അതിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അതേത് കണ്ടല്ലോ, ഇപ്പോൾ നല്ല ഫിനിഷിങ് ആയില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുറത്തൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാനിപ്പോൾ ഒന്ന് അയൺ ചെയ്ത് സെറ്റാക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇത് അയൺ ചെയ്ത് സെറ്റാക്കി കണ്ടോ. ഇപ്പോൾ ആ നൈറ്റിയുടെ ലുക്ക് തന്നെ ഒന്ന് മാറി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.